ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു നല്ലൊരു ദിവസം ദൈവം തന്നിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് ഒരുപാട് നന്ദി പറയാം. നമ്മുടെ ഓരോ വിഷമതകളും സന്തോഷങ്ങളും എല്ലാം ദൈവത്തിന് കൊടുത്ത് ഇന്നത്തെ ഒരു ദിവസത്തെ കർത്താവിൻ്റെ നാമത്തിൽ പ്രതി മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുങ്ങാം. നമുക്കറിയാം, കരുണയുടെ ദിവസങ്ങളാണ് ഇനിയുള്ള നാളുകൾ വരാൻ പോകുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ യേശു കർത്താവിൽ നിന്നും കണ്ടു പഠിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി കുരിശിലേറിയത് അവൻ തൻ്റെ സ്വന്തം ശരീരത്തെ ബലി കൊടുത്തിട്ടായിരുന്നു. അതിലും വലിയൊരു ആരാധന ഈ ഭൂമിയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ, ധ്യാനത്തിലുമൊക്കെ നമ്മൾ കൂടുമ്പോൾ, നമ്മളായിരിക്കുന്ന സ്ഥലത്തെയും അതോടൊപ്പം തന്നെ മറ്റു പുരോഹിതന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ആരുടെ മുൻപിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരുപാട് നന്ദിയും മഹത്വവും നമ്മളെപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ വളരെ വിശുദ്ധിയോടും വളരെ ഭക്തിയോടും ആരാധനയോടും കൂടി സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുങ്ങി തന്നെ സ്വീകരിക്കുക. കുമ്പസാരിക്കാനായിട്ട് മറക്കാതിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തായിരിക്കണം, നമ്മൾ എന്താവാൻ പാടില്ല എന്നതാണ് ഇന്നത്തെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എന്തായിരിക്കണം അല്ലെങ്കിൽ എന്താവാൻ പാടില്ല എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ഓരോരുത്തർക്കും ദൈവവിളി കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ദൈവവിളിയുണ്ട്. പക്ഷേ ദൈവവിളി പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. ചില ആളുകൾക്ക് അവരുടെ വിശുദ്ധീകരണം നടക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ വേണ്ടി വരുമായിരിക്കും. നമ്മുടെ വിശുദ്ധീകരണം നടന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവിളിയിലേക്ക് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ കർത്താവിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ എന്തായിരുന്നു എന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവത്തെ സ്വീകരിച്ചതിന് ശേഷം അതിനുശേഷം നിങ്ങൾ എന്തായിരുന്നു, അതിനുശേഷം നിങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. കാരണം അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിത്യത വരെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയാത്ത പക്ഷം ഞാൻ ചെയ്യുന്ന പാപങ്ങളും ഞാൻ എൻ്റെ അധരം തുറന്ന് സംസാരിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ദൈവത്തിന് എതിരായിരിക്കും. എന്നാൽ ഞാൻ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ ആ ഒരു പാപത്തെ തിരിച്ചറിഞ്ഞ് വിശുദ്ധീകരണം യേശുവിൽ നേടിയെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ തന്നിരിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ. നമ്മൾ സ്വർഗത്തെ കണ്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ശരിക്കും നമുക്ക് വേണ്ടത് അഭിഷേകം നിങ്ങൾ ചോദിക്കുമ്പോൾ, ഈശോയോട് വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ കുഞ്ഞു മൊമെൻ്റ് പോലും ഈശോയോട് ചോദിക്കണം. ഒന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും സമ്പൂർണ്ണമായിട്ട് യേശുവിന് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട്. അതിനൊരിക്കലും നിങ്ങൾ മടി കാണിക്കാതിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ, നമ്മളൊരു പക്ഷേ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പരമാവധി മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ആ സമയത്ത് നമ്മുടെ മൊബൈലൊക്കെ ഓണാക്കി വെക്കുമ്പോൾ അതിലൂടെ കോൾ വരാനും ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി കോളുകളൊക്കെ കയറി വന്നെന്നിരിക്കാം.
അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം. ഈ സമയത്ത് പോലും നമ്മൾ ദൈവത്തിന് കൊടുക്കണം മഹത്വം, മറ്റാർക്കും കൊടുക്കരുത്. അത് പോവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയട്ടെ. ഞാനിതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ട്. അതായത് പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗം ഇറങ്ങി വരുന്ന ആ ഒരു സമയം, സ്വീകരിക്കാൻ ദൈവം ഇറങ്ങി വരുന്നൊരു സമയം. ഈ സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ പലപ്പോഴും സൈലൻ്റ് ആക്കി വെക്കാറാണ് പതിവ്. എന്നാൽ ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന ആ സമയത്ത്, പ്രാർത്ഥന തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് എനിക്ക് കോള് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും, എന്നാൽ ഇത് എടുത്തിട്ട് അങ്ങ് പ്രാർത്ഥിച്ചേക്കാം. അതാവുമ്പോൾ പിന്നെ കോള് അറ്റൻഡ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ അത് കേട്ടതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും കോൾ എടുക്കുക. പക്ഷേ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ പ്രാർത്ഥനയ്ക്കായിട്ട്, അതൊക്കെ നമ്മൾ മാറിപ്പോകും. ചിലപ്പോൾ നമ്മൾ നാവ് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യ കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചും പോകും. നിങ്ങൾ ഓർക്കണേ, നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയമാണ് നമ്മൾ കളയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുക, ആ സമയത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപ എന്ത് ചെയ്യുന്നു? നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക. അപ്പോൾ അവിടെ ആരാ ജയിച്ചത്? സാത്താൻ ജയിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ ആവശ്യം അതായിരുന്നു. നിങ്ങൾ ആ നിമിഷം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോ മറ്റുള്ളവരോ ഒരുപക്ഷെ രക്ഷ പ്രാപിച്ചേക്കാം, അവരെ ആത്മാവിന് രക്ഷ കിട്ടിയേക്കാം. അത് മനസ്സിലാക്കുന്ന പിശാച് മൊബൈൽ ഫോൺ വഴിയോ നമ്മുടെ പ്രിയപ്പെട്ടവർ വഴിയോ ആയിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? തകർക്കാനായിട്ട് ശ്രമിക്കും. നമ്മളത് മനസ്സിലാക്കത്തില്ല. അപ്പം അങ്ങനെ ഞാൻ കോൾ എടുത്തിട്ട്, നിങ്ങൾക്കറിയാമോ, മണിക്കൂറുകളോളം എൻ്റെ സമയം പോയി. കാരണം നമ്മൾ സംസാരിച്ച് അങ്ങ് പോവുക. കോള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഫോൺ വെക്കുകയില്ല, നമ്മളും ഫോൺ വെക്കുകയില്ല. കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കുറച്ച് ഗൗരവമേറിയ വിഷയം. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോൾ സമയം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പം നമുക്ക് തോന്നുകയാണ് ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കണ്ട, ഇന്നത്തെ എൻ്റെ മൂഡ് പോയി. ഇങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടാവും അല്ലേ നിങ്ങൾക്കിടയിൽ? അപ്പം അതുകൊണ്ട് പറയാം, ഇതുപോലെ സമയങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സമയവും നിങ്ങൾ മറ്റൊരു കാര്യത്തിന് പ്രയോജനപ്പെടുത്തരുത്. കാരണം ആരാധന എന്ന് പറയുന്നത് സമ്പൂർണ്ണ ആരാധന ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട സമയം, മഹത്വം കൊടുക്കേണ്ട സമയം ദൈവത്തിന് മാത്രം കൊടുക്കുക, മറ്റൊന്നിനും കൊടുക്കാതെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. അത് നിങ്ങൾ പള്ളിയിലാണെങ്കിലും ശരി, മറ്റു പല കാര്യങ്ങൾക്കാണെങ്കിലും ശരി, നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പം ആരെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പല ആളുകൾ പണ്ടത്തെ കാലത്തൊക്കെ വളരെ ആരാധനയോടും ഭക്തിയോടും കൂടി വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് പ്രാർത്ഥിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, നിങ്ങളുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ 6 മണി കഴിയുമ്പോൾ പ്രാർത്ഥന ഉയരുന്ന വീടുകളായിരുന്നു എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. കൂടുതലും ക്രൈസ്തവർ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളായിരുന്നു. പക്ഷേ ഇന്ന് കാലഘട്ടത്തിൽ വളരെ സങ്കടമാണ്. കാരണം അനുഭവത്തിൻ്റെ പേരിലാണ് പറയുന്നത്, നമ്മൾ ആ സമയത്ത് ആരും തന്നെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കേൾക്കാറില്ല. എല്ലാവരും പറയുമ്പോൾ ദൈവത്തെ വലിയ രീതിയിൽ പുകഴ്ത്താറുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കണം കേട്ടോ, നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നത് നീ ഇന്നലെ എന്തായിരുന്നു എന്നുള്ളതും ഇന്ന് നീ എന്തായിരിക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് നിത്യതയിലേക്ക് എത്താൻ പറ്റൂ. ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഞാൻ അഹങ്കാരിയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണല്ലോ നമ്മുടെ മാലാഖയായ ലൂസിഫർ അല്ലേ, പിശാചായിട്ട് മാറിയ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അവൻ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ കസേരയിൽ ഒരു ദിവസം കയറിയിരിക്കുന്നു. വളരെ അഹങ്കാരത്തോടുകൂടി. അവൻ എന്തായിരുന്നു എന്ന്, അവൻ ആരായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എന്താണ്? ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നീ ഇന്ന് എന്താണ്, നാളെ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം തരാനാണ്. അത് നിങ്ങൾ ഓരോ ബലിയിലും, നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം, മാറ്റങ്ങൾ വരുത്തണം.
പിന്നെയും പിന്നെയും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളെ തിരുത്താതെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, മാലിന്യങ്ങൾ കൂട്ടിവെച്ച ഹൃദയവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ദൈവം ഇരിക്കേണ്ടടുത്ത് ആര് കയറിയിരിക്കും? സാത്താൻ കയറിയിരിക്കും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥന മുഴങ്ങുന്ന ഭവനങ്ങളിൽ പ്രാർത്ഥന മുഴങ്ങണം. സന്ധ്യാസമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണമായിട്ടുള്ള ആരാധന നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെന്ന്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിന് ഒന്നാം സ്ഥാനം പലപ്പോഴും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒന്നാം സ്ഥാനം ദൈവത്തിന് എപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ദൈവം അത് വെളിപ്പെടുത്തി തരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു എക്സാമ്പിൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നമ്മൾ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്തായിരിക്കും, അവിടെ ദൈവത്തിന് മാത്രം ആരാധന കൊടുക്കുമ്പോഴായിരിക്കും മറ്റു പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ആ മഹത്വം ആർക്ക് കൊടുക്കും? മറ്റുള്ളവർക്ക് കൊടുക്കും. ആ ഇമ്പോർട്ടൻസ് നമ്മൾ മൊബൈൽ ഫോണിന് കൊടുക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ അത് ആർക്ക് പോയി? മറ്റുള്ളവർക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു തമാശയായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നാളെ ദൈവം നിങ്ങളെക്കുറിച്ച് എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതാണ് നിത്യതയിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് കാലത്ത് ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വളരെ ഭക്തിയും ആരാധനയും ശുദ്ധ കുമ്പസാരത്തോടും കൂടി ഒരുങ്ങിപ്പോയി വളരെ ശാന്തമായിട്ട് പ്രാർത്ഥനയോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴികളിലൊക്കെ ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ചും പോകും. തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ ആരോടും ഒന്നും സംസാരിക്കാനോ കുറ്റം പറയാനോ നിൽക്കത്തില്ല. പക്ഷെ ഇന്ന് പലയിടങ്ങളിലും കണ്ടുവരുന്നത് ആളുകൾ കുർബാനയ്ക്ക് പോകുന്നത് ഒരു ചടങ്ങ് പോലെയും അതോടൊപ്പം തന്നെ പള്ളിയകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊന്ന് പെട്ടെന്ന് തീർന്നാൽ മതി എന്ന രീതിയിലാണ്. പക്ഷെ അതിൻ്റെ മഹത്വം ദൈവവുമായിട്ടുള്ള നമ്മുടെ വലിയൊരു മഹത്വം, ദൈവത്തിനുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ അനുഭവിച്ച യഥാർത്ഥ വേദന, നിനക്ക് വേണ്ടി ഈശോ കുരിശിലേറിയതും നിനക്ക് വേണ്ടി ഈശോ അനുഭവിച്ച പീഡനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വെളിപ്പെട്ട് കിട്ടിയാൽ ഒരിക്കൽ പോലും നമ്മൾ മിസ് ചെയ്യത്തില്ല, ഒരനുഭവങ്ങളും മിസ് ചെയ്യത്തില്ല. കാരണം നമ്മൾ പിന്നെയും ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും കൊതിയും നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഈ നാളുകളിൽ ഒരുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി വരുന്ന നാളിൽ ഉണ്ടാകുന്ന കഷ്ടതയും ക്ഷാമവും യുദ്ധങ്ങളുമൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിനി എന്താവാൻ പാടില്ല, എന്തായിരുന്നു എന്നത് നിങ്ങൾ വലിയ മഹത്വത്തോടു കൂടി ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മറ്റൊന്നിനെ കയറ്റിയിരുത്താതെ ദൈവത്തിന് കൊടുക്കുക തന്നെ ചെയ്യുക. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈശോയോട് ചോദിക്കുമ്പോൾ, ഈശോയുടെ വലിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, നമ്മുടെ സഹനങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കാതെ നമ്മുടെ ഓരോ സന്തോഷങ്ങളിലും ഓരോ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും പോലും കർത്താവിനോട് പങ്കുവെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വിഷമഘട്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പല ആളുകൾക്കും തോന്നാറില്ല, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ വേദനകൾ ഇന്നും നിങ്ങൾ പലരോടും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിർത്തണം. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് ഈശോയോട് പറയണം, ഈശോയോട് നിങ്ങളെ വേദനകൾ പങ്കുവെക്കണം. കാരണം മറ്റാർക്കും നമ്മളെ സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, നമ്മുടെ വേദനകൾ മറ്റാർക്കും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും, മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചാലും നമുക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടാത്ത ഒരു വാതിലുള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ നമുക്കൊരു കുറവും ഉണ്ടാവത്തില്ല. ഞാൻ എൻ്റെ വേദനകൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയെന്ന് പറയുന്നത് കണ്ണീരോട് കൂടിയുള്ള സങ്കടങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെ നിന്നില്ലാത്ത വചനങ്ങളായിരിക്കും മനസ്സിലേക്ക് വരിക. അന്നേരം ഈശോ പറയും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, പെട്ടെന്ന് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, കാരണം എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
കർത്താവാണ് എൻ്റെ ഇടയൻ, നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഓരോ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് പണ്ടങ്ങാണ്ട് പഠിച്ച വചനങ്ങളാണ് ഇതൊക്കെ. ബൈബിള് പഠിക്കുന്നുണ്ടെങ്കിലും ഈ വചനങ്ങൾ 500 വചനങ്ങളോളമൊക്കെ ബൈഹാർട്ടാണ്. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ ഓർക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനയിലിരുന്ന്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ വേറൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും മനസ്സ് തുറന്നാൽ മതി. ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥന ജീവിത രീതിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വലിയ കൊന്ത ചൊല്ലണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന മതി. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് തോമസ് വിളിച്ചതുപോലെ നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് പ്രാർത്ഥന കേൾക്കും, വിളി കേൾക്കും. ഈശോയ്ക്ക് ഇഷ്ടം അതാ, നമ്മൾ ഈശോയെ സ്നേഹിക്കണം. അത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിട്ട് മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.